കൊച്ചമ്മയ്ക്ക് ഇവരൊക്കെ ആയിരുന്നു മനസ്സിലായ? നമ്മുടെ മറ്റേ പോങ്ങുമൂട് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ്. PTR. ഓ അത് ശരി, ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് നിങ്ങളുടേതെന്ന്. അല്ല പിന്നെ സാറല്ലേ ഇതിന്റെ പ്രസിഡന്റ്? വെറും പ്രസിഡന്റ് അല്ല, അല്ലല്ല, എനിക്ക് മനസ്സിലായി. റെസിഡൻസ് അസോസിയേഷൻ PTR എന്ന് പറഞ്ഞാൽ അതിന്റെ മാത്രം പ്രസിഡന്റ് അല്ല, പിന്നെ ഇവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ്. അതുപോലെ ഇവിടുത്തെ കർഷക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ്. പിന്നെ അതുപോലെ ഈ എക്സ് മിലിറ്ററി മെൻ അവരുടെ അസോസിയേഷൻ ഉണ്ട്, അതിന്റെ പ്രസിഡന്റാണ്. എന്തൊക്കെ സംഘടന ഉണ്ടോ അതിലൊക്കെ പ്രസിഡന്റാണ്. ഇനി ഇന്ത്യൻ പ്രസിഡന്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു ഇല്ലേ? അതിപ്പോ രാജ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അതെ, അങ്ങനെ ഒരു നോക്കണമെന്നുണ്ടല്ലേ? നടക്കും നടക്കും നടക്കും, പ്രകടിപ്പിച്ചാ നടക്കും. തീർച്ചയായിട്ടും. ഇത് അയ്യോ പറഞ്ഞ പോലെ പരിചയപ്പെടുത്തിയാട്ടെ. അസോസിയേഷന്റെ ട്രഷറർ പരിമളം, ഇതാണ് നമ്മുടെ സെക്രട്ടറി ഹരി ഹരി ഹരി. അല്ല, പ്രസിഡന്റിന്റെ പേരെന്തോന്ന്? പ്രസിഡന്റ് പ്രസിഡന്റ് എല്ലാരും വിളിച്ച് വിളിച്ച് എനിക്ക് തന്നെ എന്റെ പേര് പറഞ്ഞു. ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഭാര്യ പ്രസിഡന്റ് ആയിട്ടാണെന്ന് വിളിക്കും, മോള് പ്രസിഡന്റ് അച്ഛാന്ന് വിളിക്കുമായിരിക്കും. അല്ല, അത് വിളിച്ചു തുടങ്ങിയിട്ടില്ല, വിളിക്കുമായിരിക്കും. പൊന്നാടയുടെ കാര്യം അതെങ്ങനെ മറന്നു? അയ്യോ, എന്തൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷം. ഇതൊരു ചെറിയ ഉപഹാരം. തീർച്ചയായിട്ടും സന്തോഷം. എടാ മുത്തു, അയ്യേ ഒരു ഫോട്ടോ എടുക്കാത്ത എന്താ? അയ്യോ, അതിൽ തന്നെ ഇതിലെടുത്താ മതി. സാർ എഴുതാണ്ട് ഇങ്ങോട്ടിരിക്കണം. പരിമളം എഴുതാണ്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. അവൻ പരിമളം വേണോ? അയ്യോ, കൊച്ചമ്മ ഒന്നും കൂടി ചേക്കാം, എടുക്കാൻ പോവേണേ. ശ്രദ്ധിച്ചോണേ, ഒന്നും ചായ കുടിക്കാം. ഇത് സുഹാസിനിയമ്മയുടെ മരുമക്കളാ. അതെ, ഇത്രയും ഐക്യവും അഖണ്ഡതയുള്ള മരുമക്കള് ഈ പോങ്ങുമൂട് പഞ്ചായത്തില് അല്ല, ഈ ഭൂമി മലയാളത്തിൽ പോലും ഇല്ല. അയ്യോ, ചായയില് മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവണമല്ലോ, അങ്ങനെ ആവണമല്ലോ. ഇതില് ചില വീടുകളിൽ ചെല്ലുമ്പോ പഞ്ചസാര ഇടട്ടോ മധുരം ഇടട്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഈ വരുന്ന അതിഥികളെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യും പോലെയാ. അല്ല, എന്റെ രണ്ട് മരുമക്കളെയും ഇതൊക്കെ പഠിപ്പിച്ചത് ഞാൻ തന്നെയാ. ആ ക്വാളിറ്റി കാണാനുണ്ട്. അയ്യോ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറയണത് ഇങ്ങനെയാണ്. പിന്നെ ഇന്നു മുതൽ നമ്മുടെ വിദ്യാലയയുടെ മുഖ്യ രക്ഷാധികാരി നമ്മുടെ സുഹാസിനി അമ്മയായിരിക്കുമെന്ന് ഞാൻ ഈ ശുഭ നിമിഷത്തിൽ പ്രഖ്യാപിച്ചോളൂ. സന്തോഷം സന്തോഷം. ഏതായാലും ഒരു കാര്യം ഞാനും പറയാം, PTRയുടെ എല്ലാ സംരംഭങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും എന്റെ പിന്തുണ എന്നും ഉണ്ടാകും. നമ്മുടെതല്ലേ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. അച്ഛനാട്ട് ഞാൻ കൊണ്ടാക്കിട്ട് വരാം. പിന്നെ കൊള്ളാം. ഇനി അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എങ്ങനെയുണ്ട്? രണ്ടുപേർക്കും ഇഷ്ടമായോ? അമ്മ എനിക്ക് അരുവിക്കരയിലെ വീടിനേക്കാൾ ഇഷ്ടമായത് ഈ പൊങ്ങുമുട്ടിലെ ഈ വീടാ. നേരാ, മുക്കിന് ബ്യൂട്ടി പാർലർ ആയോടെ പെട്ടെന്ന് ഇറങ്ങിയാ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് കേറുമ്പോണ്ടല്ലോ അമ്മ ഒരു പോസിറ്റീവ് എനർജിയാണ്. ദൈവമേ നന്നായിരിക്കട്ടെ. എനിക്കും അതൊക്കെ തോന്നാറുണ്ട്, സത്യം തന്നെയാ ഈ പറഞ്ഞതുപോലെ. അതുപോലെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു അടിപൊളി അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ. സന്തോഷം. മുതൽ പച്ചക്കറി ഉണ്ടല്ലോ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതി വരും. ശരിയാ, നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം, ഈ മുറ്റം നിറയെ നമുക്കൊരു പൂന്തോട്ടാക്കണം. അത് നല്ലതാ. അമ്മ നോക്കിക്കോ, ഞങ്ങളുണ്ടല്ലോ ഈ പൊങ്ങുമൂട്ടിലെ ഈ വീട് ഒരു അടിപൊളി പൂങ്കാവനമാക്കി മാറ്റും. എന്റെ ഭഗവാനെ, എന്താ വേണം? ചേച്ചി, നമുക്ക് ആദ്യം പച്ചക്കറി ടെറസിലും തുടങ്ങാം. ഞങ്ങൾ ഡിസ്കസ് ചെയ്യട്ടെ. അയ്യോ എടാ, എന്റെ കണ്ണ് തന്നെയാണല്ലേ? അല്ല അതല്ല, ഇവിടെ വന്നതിന് ശേഷമേ
സ്വഭാവത്തിന് എന്തൊരു മാറ്റമാ, ഭയങ്കര യോജിപ്പ് സ്നേഹവും രണ്ടുപേരും. ഞാനും ശ്രദ്ധിച്ചു കൊച്ചമ്മ. രാവിലെ അടുക്കളയിൽ പാല് കാഴ്ചയപ്പോഴും സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തു വെച്ചപ്പോഴും ഒക്കെ ഈ ഒത്തൊരുമയാണ്. കൊച്ചമ്മ, നമ്മളെ വീട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ്? ക്ഷേത്രമാണ്, ക്ഷേത്രം. ശാന്തിയും സമാധാനവും ഉള്ളൊരു ക്ഷേത്രം. നിന്നോടാ ഞാൻ പറഞ്ഞത് കളിക്കരുത്. മാറൂല മാറൂല മാറൂല, എനിക്ക് മുറി വേണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.